ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു വയനാട് യാത്ര പോകാൻ നിൽക്കുകയാണ്. നമ്മളെല്ലാ വർഷത്തെയും മുതൽക്കൂട്ടായ ലേഡീസ് ഓൺലി ട്രിപ്പ് നമ്മളെ സ്കൂളിലെ NEMS നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ലേഡീസ് സ്റ്റാഫ് മാത്രമുള്ളൊരു ട്രിപ്പാണ് ഇത്. നമ്മൾ സെലക്ട് ചെയ്ത ദിവസമാകട്ടെ ഭയങ്കര തണുപ്പ്. ഡിസംബർ മാസമാണല്ലോ, നല്ല തണുപ്പ്. അപ്പോൾ എല്ലാവരും മോർണിംഗിൽ 3:30 തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പത്ത് എല്ലാവർക്കും നേരത്തെ ഒരുങ്ങിയതിൻ്റെ ഒരു ഉറക്കക്ഷീണമുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ നല്ല ഇതിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം ടീച്ചേഴ്സാണ്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. വയനാട്ടിൽ എങ്ങനെയുണ്ട് തണുപ്പ്, മഞ്ഞുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. ഇത് നമ്മളെ സൗമ്യ മിസ്സാണ് എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് എടുത്തു തന്നത്. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ബസ്സിലത്തെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ സൗമ്യ മിസ്സാണ് നമുക്ക് വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ബസ് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചായ ഉണ്ട്, പിന്നെ പൊറോട്ട, ചപ്പാത്തി, നൂൽപുട്ട്, പിന്നെ നല്ല വെജിറ്റബിൾ കുറുമ. നമ്മൾ ഡ്രൈവറാണ്. നമ്മൾ ഡ്രൈവേഴ്സ് ആൻഡ് 2 ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർ നല്ല ഹെൽപ്പായിരുന്നു. നമ്മളെ ബ്രദേഴ്സ് പോലെയാണ് അവർ. നമ്മളെല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ലേഡീസ് ഓൺലി ട്രിപ്പ്, സ്റ്റാഫ് ട്രിപ്പ് പോവാറുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ എപ്പോഴും നമ്മളെ എല്ലാ ഹെൽപ്പിനും, ഒരു ഡ്രൈവേഴ്സ് ആണെങ്കിൽ നമ്മളൊരു ബ്രദേഴ്സ് പോലെയാണ്. എല്ലാ ഹെൽപ്പിനും നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത്. അങ്ങനെ നമ്മൾ അങ്ങനെ പാട്ടും കേട്ട് ഡാൻസും ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് വയനാട്ടിലേക്കുള്ള യാത്ര തുടരാണ്. അങ്ങനെ ഓരോ ഹെയർ പിന്നും നമ്മൾ പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം നമുക്ക്. നമ്മൾ ശരിക്കിനൊന്ന് വീക്ഷിച്ചാൽ മുകളിലൂടെ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് ചെറുതായി പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഊരിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റിന് വേണ്ടി. ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു മരം ഇങ്ങനെ വീണ് കിടക്കണ പോലെ ഉണ്ട്. അവിടെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. നല്ലൊരു പോയിന്റ് ആയിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ. നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 40 പേരായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. നമ്മളൊരു ജീപ്പ് എടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ നിഷാത്ത് മിസ്സിൻ്റെ നേതൃത്വത്തിൽ 8 പേരെ കോർഡിനേറ്ററാണ്. സൂപ്പറാണ് കോർഡിനേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്നൂരിലേക്കുള്ള യാത്ര ജീപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്നൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഊര്, എന്നൂർ എന്ന് നമ്മൾ പറയും. അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട് ഈ എന്നൂരിൽ. നല്ലൊരു ട്രൈബൽ ലുക്കുള്ളൊരു ഏരിയ.
അതായത് ആദിവാസി ട്രൈബിൻ്റെ ഒരു ഏരിയ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്തത്. അത് ക്രിയേറ്റ് ചെയ്തെടുത്ത പോലെ അവിടെ നമുക്ക് ആദിവാസി ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ആ ടച്ചില്ല ഒരുപാട് സംഭവങ്ങൾ. ഒരു ജീപ്പ് യാത്ര കഴിഞ്ഞിട്ടാണല്ലോ നമ്മളവിടെ എത്തുന്നത്. ആ യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. ഒരു ഉയർന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും കാട് ആണ്. അപ്പോൾ ചെറിയ കുടിലുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അത് കണ്ടാലറിയാം. ഹട്ട് ആ ഹട്ടിൽ ഈ ആദിവാസികളുടെ ഓരോ സംഭവങ്ങളും അവർ കൾച്ചർ ട്രഡീഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ്, പിന്നെ അവരുപയോഗിച്ച സാധനങ്ങൾ എല്ലാം. ഈ ഏരിയ ഇവിടെ അടുത്ത് ആദിവാസികൾക്ക് പ്രത്യേക കുട്ടികൾക്ക് സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആദിവാസി പെയിൻറ്റിങ്സ്, പിന്നെ അവരെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് റീഡ് ചെയ്യാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പണ്ടത്തെ ആദിവാസി കാര്യങ്ങളാണ് ഈ പിക്ചേഴ്സിലൂടെ, ജീവിത രീതികളും എല്ലാം നമുക്ക് വർണ്ണിച്ച് കാണിക്കുന്നത്. ഈ പിക്ചേഴ്സൊക്കെ നമുക്ക് ഈ പിക്ചേഴ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട്. കുട്ടികൾക്കൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും ഒരു മണ്ണ് കൊണ്ടുള്ളൊരു ക്രിയേഷൻ പോലെ തോന്നിക്കും നമുക്ക്. ഈ മതിലുകളും ഈ ഹാളുകളും എല്ലാം, ഈ ഹട്ടുകൾ, ചെറിയ ഹാളുകളുണ്ട് ഇവിടെ. വല്ല പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയ റെസ്റ്റിംഗ് പ്ലേസ് പോലെ. ഇവിടെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. പക്ഷേ ഈ തണുപ്പ് കാരണം നമുക്ക് ഒരിക്കലും വെയിൽ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ടയേർഡും അല്ല, കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഈ ട്രൈബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ആദിവാസി ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഒരുപാട് കാണാം. ക്രാഫ്റ്റ്സ് സംഭവങ്ങൾ, സുവനീർസ്, പിന്നെ മാലകൾ, ഒരുപാട് ഫോട്ടോസ്, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, പുളിമിഠായി കാര്യങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നമ്മൾ ടൂറിസ്റ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. മുളയിലുണ്ടാക്കുന്നതും മരം കൊണ്ടും മണ്ണ് കൊണ്ടുണ്ടാക്കിയ നല്ല കരകൗശല വസ്തുക്കൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദിവാസി തേൻ, നല്ല തേനും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ മുളയരി, ചാമാരി എന്നീ പല ടൈപ്പ് അരികളും, പിന്നെ സ്പൈസസ്, പല ഇനം സ്പൈസസും ഇവിടെ ഉണ്ട്. നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ഇളനീർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വലിയ ഇളനീർ തന്നെ എനിക്ക് കിട്ടി. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇളനീരിൽ. പിന്നെ അത് പൊളിച്ച് നല്ല ഉള്ളിലത്തെ കാമ്പും കഴിച്ചു. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനും ഷിഫാന മിസ്സും കൂടി അത് കഴിച്ചു. പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. ഇവിടെ ഒരുപാട് ഏരിയാസ് കാണാം നമ്മൾക്ക്. ഈ ചെറിയ ഹട്ടിൻ്റെ ഉള്ളിൽ എല്ലാ ഏരിയകളിലും ഞാൻ പറഞ്ഞു പലതും ഡിസ്പ്ലേ ചെയ്തിരുന്നു. പെയിൻറ്റിങ്സ്, പിന്നെ പാത്രങ്ങൾ, കാര്യങ്ങൾ ഒരുപാട്. പിന്നെ നമ്മളിവിടെ ഒരു ഹട്ടിൽ ട്രൈബൽ ഡാൻസ്,
ട്രൈബൽ ഡാൻസ് നോക്കിയിരിക്കാൻ വല്ലാത്തൊരു രസമായിരുന്നു. നമ്മൾ കുറേ നേരം അത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു മറ്റ് ഹട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓരോ ഹട്ടിൻ്റെ ഉള്ളിലും ഓരോ കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വൈബ് ഇതിലൂടെ ഇങ്ങനെ നടക്കാം. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു പോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീപ്പിൽ നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആദിവാസി ഈ ട്രൈബിനെ കുറിച്ചും കാര്യങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് മടങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഉച്ച സമയമാണ്, ഫുഡിൻ്റെ ടൈമായി. അപ്പോൾ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് നമ്മൾ അടിപൊളി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ഷിബിന മിസ്സാണ്, നമ്മളെ സ്കൂളിലെ കവയത്രി ടീച്ചർ. ഇപ്പോൾ ഈ ഒരു പാർക്കിനെ കുറിച്ചൊരു കവിത പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി കവിത ഉണ്ടാക്കി തരാൻ കഴിവുള്ളൊരു ടീച്ചറാണ്. മാഷാ അല്ലാ. നമ്മൾ ഷിബിന ടീച്ചർക്ക് കവിതയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാർക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ഇതൊരു ബാമ്പു വന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറേ റെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട് ഇവിടെ. നമ്മളിതിലൂടെ കുറേ ഒരു ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിൽ കുറേ നടന്ന് ഞാൻ ഷിഫാന മിസ്, ലിഡ മിസ് ആൻഡ് ലിൻസി മിസ് നമ്മളൊരുപാട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ നടന്നു. നല്ല ഫ്ലവേഴ്സ്. നമ്മൾ വന്ന ഏരിയ ഓരോരുത്തരും ഓരോ ഏരിയയിലേക്കാണ് പോയത്. ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൈഡിലൊന്നും കയറിയില്ല. നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഒരു ചെറിയൊരു വാക്ക്. അതാണ് ഡാം. പിന്നെ ചെറിയൊരു റോസ് ഗാർഡൻ ഉണ്ട് ഇവിടെ, നല്ല ഭംഗിയിൽ. പല കളേഴ്സും പല കളേഴ്സുണ്ട്. റോസ്, വൈറ്റ്, പിങ്ക്, നല്ല വലിയ റോസുകൾ. ഈ ഗാർഡനിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ. പുല്ലുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്ത് നമ്മളെ തിരിച്ച് ബസ്സിലെത്തി. നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും ഒരു റീലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഡാൻസും കാര്യങ്ങളും. ഈ ഒരു ദിവസമാണല്ലോ നമ്മളൊന്ന് അടുക്കളയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നമ്മളെ ഒരു എൻജോയ്മെൻറ്റ്. വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്യണം. നമുക്ക് മാഷാ അല്ലാഹ് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിലേക്കാണ് പിന്നെ പോയത്. ഇവിടെ ഞാൻ 2ാം തവണയാണ് ഈ മ്യൂസിയം കാണുന്നത്. ഹണീനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ടേസ്റ്റ് ചെയ്യാനും പല ടൈപ്പ് ഓഫ് ഹണീസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ വീട്ടിലേക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരു കടയിൽ കയറി. അങ്ങനെ നമ്മൾ തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ലക്കടി പോയിൻ്റാണ് ഈ കാണുന്നത്. നമ്മൾ അടിവാരത്തെത്തി. നമ്മൾ നല്ല അൽഫാം പൊറോട്ട ഒക്കെ കഴിച്ചു. നല്ല ഡിന്നറായിരുന്നു. അങ്ങനെ ശേഷം നമ്മൾ ബസ്സിൽ വീണ്ടും കയറി നമ്മൾ യാത്ര തിരിച്ചു. ഒരു അടിപൊളി യാത്രയായിരുന്നു, അടിപൊളി ബസ്. നമ്മൾ എൻജോയ്ഡ് എ ലോട്ട് ദിസ് ട്രിപ്പ് ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് അവർ വയനാട് ട്രിപ്പ് 2023.